അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 156-ാമത്തെ വചനം. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യർക്ക് വരുന്ന ഒന്നാണ് രോഗം, മരണം, വാർദ്ധക്യം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. അങ്ങനെ പല പ്രയാസങ്ങളും വരുമ്പോൾ പലതരത്തിലുള്ള സമീപനങ്ങളാണ് മനുഷ്യന്മാർ ചെയ്യാറുള്ളത്. പ്രതീക്ഷയില്ലാത്ത രോഗമാണോ, ഇനി നോക്കി കുടുംബവും കൂടി പട്ടിണിയിലായി പോകും, അവരുടെ ജീവിത വഴി അടയും എന്നൊക്കെ തോന്നുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ദയാവധത്തിന് അപേക്ഷ കൊടുക്കലാണ്. മരിച്ച് പോവാൻ, അതിന് മരണത്തിന് വേണ്ടിയുള്ള മരുന്നും സൗകര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കാനുള്ള ആജ്ഞ കിട്ടാൻ വേണ്ടിയിട്ട്. സഹിക്കാനാവാത്ത അപകടങ്ങളും മരണങ്ങളൊക്കെ വരുമ്പോൾ ചില കുടുംബങ്ങൾ പിന്നെ കൂട്ട ആത്മഹത്യയിൽ അഭയം തേടും. വേറെ ചിലർ കാണുന്നത് വലിയ ലഹരി വസ്തുക്കളിൽ എന്തെങ്കിലുമൊക്കെ പോയി മുഴുകി ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോകുന്ന അവസ്ഥകളും കാണാറുണ്ട്. ഇവിടെയാണ് അള്ളാഹു മനുഷ്യൻ്റെ മനസ്സിന് ഖൽബുൻ സലീമാണ് എങ്കിൽ ഉണ്ടാവേണ്ട ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് നമ്മൾ തവക്കുലിനെ കുറിച്ച് പറഞ്ഞു. ഇനി ആ മനസ്സിൽ നിന്നുണ്ടാവേണ്ട മറ്റൊന്നാണ് സബർ. സബർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അർത്ഥം പറയാ ക്ഷമ എന്നാണ്. പക്ഷേ അറബി ഭാഷയിൽ സബർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തടഞ്ഞു വെക്കുക എന്നാണ്. എന്തിനെ തടഞ്ഞു വെക്കുക? മനസ്സിൻ്റെ വികാര വിക്ഷോഭങ്ങളിൽ നിന്ന്, വൈകാരിക വേലിയേറ്റങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക. ആ നിയന്ത്രണമാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരേതാത്മാവിന് പ്രണാമം അർപ്പിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നവരുണ്ട്. നമ്മളോട് പറയാൻ പഠിപ്പിച്ചത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. മരിച്ചവന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, പടച്ചോനെ മരിച്ച ആൾക്ക് നീ സ്വർഗം കൊടുക്കണേ എന്നല്ല നമ്മൾ മരണം കേൾക്കുമ്പോൾ പറയുന്നത്. അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ എന്നുമല്ല നമ്മൾ പറയാം. നമ്മളൊരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് ഞാനും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവനാണ്, അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. എന്തിന്? അത്തരം ആഘാതങ്ങളെ മനസ്സിനെ പാകപ്പെടുത്തുക. നമ്മുടെ മനസ്സിനെ അതിന് പാകപ്പെടുത്തുക. പിന്നെയാണ് നമ്മൾ അല്ലാഹുമ്മ ഗഫ്റു വർഹംഹു എന്നൊക്കെ മയ്യത്ത് നമസ്കാരത്തിലാ പറയാം. ഇപ്പോൾ വാട്സപ്പിൽ ഇങ്ങനെ ആളുകൾ കമൻറ്റ് ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയൊക്കെ ഇടും. ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ നമ്മൾ കണ്ടു എന്നുള്ളതിനും നമ്മളിത് അറിഞ്ഞു എന്നുള്ളതിനൊക്കെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ആളുകൾ കമൻറ്റ് ചെയ്യുമല്ലോ. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നബി ഇതീം പറഞ്ഞ വാക്ക് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ, ഞാൻ ഓതി വെച്ച ആയത്തതാ. വല്ല മുസീബത്തും വിപത്തും അവരെ ബാധിച്ചു കഴിഞ്ഞാൽ ആ വിപത്ത് ബാധിച്ച ആളുകൾ പറയുന്ന വാക്ക് ഖാലു ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി, തീർച്ചയായും ഞങ്ങൾ അവനിലേക്ക് റാജിഊൻ, മടങ്ങിപ്പോകുന്നവരാണ് എന്ന് പറയും എന്നാണ്. അത് വിശ്വാസിയുടെ ഒരു ഗുണമേന്മയായി എടുത്തു പറയണം. കാരണം എത്ര വലിയ ആഘാതമുണ്ടാക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോഴും
മനസ്സ് പതറിപ്പോവാതിരിക്കുകയും അതിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നൊരു കരുത്ത് ഈമാൻ നൽകുന്ന വെളിച്ചമാണ്. ഞാനൊറ്റ ഉദാഹരണം പറയാം. ഇമാം ഔസായി ഉദ്ധരിക്കുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹവും രണ്ടാളുകൾ ഒരു യാത്ര പോവാണ്. യാത്ര പോയി കഴിഞ്ഞപ്പോൾ വഴി തെറ്റിപ്പോയി. അന്നത്തെ മരുഭൂമിയാണല്ലോ. നമ്മളിപ്പോൾ ദിക്കറിയാനുള്ള സംവിധാനങ്ങളും മാപ്പുകളും ഒന്നുമില്ലല്ലോ. അങ്ങനെ എത്തിപ്പെട്ടതൊരു കുടിലിൻ്റെ അടുത്താണ്. ആ കുടിലിൻ്റെ അടുത്ത് എത്തിയിട്ട് അവിടേക്ക് ഇങ്ങനെ സലാം പറഞ്ഞു. അവർക്ക് വേണ്ടത് ഒന്ന് വിശപ്പാണ് അവരലട്ടുന്ന പ്രശ്നം, രണ്ട് ദിശ അറിയലാണ് അവരുടെ ആവശ്യം. അപ്പോൾ ആ കുടിൽ കണ്ടപ്പോൾ അവിടെ ചെന്നിട്ട് ഇവർ രണ്ടാളും ഇങ്ങനെ സലാം പറഞ്ഞപ്പോൾ അകത്തുനിന്നൊരു പെണ്ണ് ചോദിച്ചു, ഉമ്മ അൻതും, ആരങ്ങള്? അപ്പോൾ അവർ പറഞ്ഞു, ഖൗമുൻ ളാല്ലൂൻ, വഴി തെറ്റി വന്ന ആളുകളാണ്, നിങ്ങളെ ഉദ്ദേശിച്ച് വന്നതല്ല, ഞങ്ങൾ വഴി അറിയാതെ ഇങ്ങനെ വന്ന് ഇവിടെ എത്തിപ്പെട്ടതാണ്. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഇജ്ലിസു അലൈഹി അലാ യഅ്തിയൈബ്നി, എൻ്റെ മകൻ പോയിട്ടുണ്ട്, മകൻ വരുന്നവരെ നിങ്ങൾ അവിടെ ഇരുന്നോളൂ. കാരണം ഇവിടെ ഈ പെണ്ണ് ഒറ്റയ്ക്കേ ഉള്ളൂ എന്നർത്ഥം. ഇവരെ സ്വീകരിച്ചിരുത്താൻ പറ്റിയ പരിചിതരും ബന്ധങ്ങളൊന്നും അല്ലല്ലോ ഇവർ, ആരാന്നറിയില്ലല്ലോ. ഒരു ഉയർന്ന തിണ്ണ കാണിച്ചു കൊടുത്തിട്ട് അവിടെ ഇരുന്നോളൂ, എൻ്റെ മകൻ വരും, മകൻ വന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാം ആണ് പോയി. അപ്പം ആ പെണ്ണിങ്ങനെ നോക്കിയിരിക്കുമല്ലോ, മകൻ വരുന്നുണ്ടോ, രണ്ടാളെ പുറത്തിരുത്തിയേക്കാണല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ചിലപ്പോൾ എൻ്റെ മകനായിരിക്കും അത്. പക്ഷെ എത്തിയപ്പോൾ അത് മകനല്ല. മകൻ മരിച്ചു എന്ന വിവരം പറയാൻ വേണ്ടിയിട്ട് മകൻ്റെ കൂടെ ആട് മേക്കാൻ പോയ ആള് പറയാണ്, ആടും ഒട്ടകമൊക്കെ. എന്നിട്ട് ആ ആള് വന്നിട്ട് ഈ വീട്ടിലേക്ക് വിളിച്ചു പറയുന്ന വാക്ക്, യാ ഉമ്മ ഉഖൈലിൻ, ഉഖൈലിൻ്റെ ഉമ്മ. അറബിയുടെ അഭിസംബോധന രീതി അങ്ങനെയാണല്ലോ. ഉഖൈലാണ് മകൻ. ആ മകൻ്റെ ഉമ്മയെ വിളിച്ചിട്ട് പറയാ, അല്ലാഹു അജ്റക്കി ഫി ഉഖൈലിൻ, ഉഖൈലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് കൂലി പ്രതീക്ഷിച്ചോളിട്ടോ. ഇതാണ് വിളിച്ചു പറയുന്നത്. വീട്ടിൽ എത്തിയപ്പോൾ ഉഖൈലിൻ്റെ ഉമ്മ, ഉഖൈലിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഇനി കൂലി പ്രതീക്ഷിച്ചോളൂ. അതൊരു ശൈലിയാണ്. എന്ന് പറഞ്ഞാൽ ഉഖൈൽ മരണപ്പെട്ടിട്ടുണ്ട്, ഇനി പടച്ചോൻ്റെ അടുത്ത് നിന്ന് കൂലി പ്രതീക്ഷിച്ചോളി എന്നാണ്. അപ്പോൾ ഉടനെ ഉമ്മ ചോദിക്കുന്ന ചോദ്യം, വമാ സബബു മൗതിഹി, എങ്ങനെ അവൻ മരിച്ചേ? സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. ഒരാൾ മരിച്ചു എന്ന് പറയാം, എന്തേന്ന് അയക്ക് അസുഖം നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിക്കും. ഒരു ചെറുപ്പക്കാരനൊക്കെയാണ്. അപ്പോൾ ആക്സിഡൻ്റ് ആണ്, അപകടത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ട്യൂമറായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ ഈ ഉമ്മ ചോദിക്കുക, അങ്ങോട്ട് പോയ മകൻ പിന്നെ മയ്യത്തല്ല കൊണ്ടുവരുന്നത്, മരിച്ചിരിക്കുന്നു വിവരാ പറയുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇസ്ദഹമത്ത് അലൈഹിൽ ഇബ്ലു, ഒട്ടകങ്ങൾ കുത്തിത്തിരക്കുണ്ടാക്കി, ഒട്ടകൾ തമ്മിൽ തിരക്കുണ്ടാക്കിയിട്ട് ഇവനെ കിണറ്റിലേക്ക് തള്ളി വീട്ടി. അങ്ങനെ ഒട്ടകത്തിന് വെള്ളം മുക്കി കൊടുക്കാനുള്ള കിണറ്റിലേക്ക് മകനെ വീഴ്ത്തി. അങ്ങനെയാണ് മകൻ മരിച്ചു പോയത്. ഇതാണ് വിഷയം അവസാനിച്ചു. എന്നിട്ട് ആ ഉമ്മ ഈ വിവരം പറയാൻ വന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെയുള്ള ഒരാടിനെ ഈ വിവരം പറയാൻ വന്നവനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നാണ്. മകൻ വരുന്നതിൽക്കാണ് ഇവരെ കയറ്റിയിരുത്തിയത്. മകൻ മരിച്ചു എന്നുള്ള വിവരമാണ് അറിയുന്നത്. ഒട്ടകങ്ങൾ തമ്മിൽ തിരക്ക് കൂടി അതിൻ്റെ ഇടയിൽ പെട്ടുവൻ കിണറ്റിൽ വീട് മരിച്ചുപോയി. ആ ഇസ്തിർജായി ചെല്ലിയതിന് ശേഷം ഈ ആഗതനോട് പറയുന്ന വാക്ക്, ഒരാടിനെ പിടിച്ചൊരു സദ്യ ഉണ്ടാക്കി ഈ വഴി തെറ്റി വന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ ഒരു മരണം കേട്ടാൽ വീഴണ്ട എങ്ങനെയാന്നൊക്കെ ചാനലുകാർ നമ്മളെ പഠിപ്പിച്ചു തരും. അങ്ങനെ മാറത്തടിക്കണം, എന്നിട്ട് വീഴണം, എന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയണം. മകനെ നീ എന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കണം. കുറേ നമ്മൾക്ക് അറിയാമല്ലോ ഇപ്പം അതിൻ്റെയൊക്കെ രൂപം എങ്ങനെയാ. വേദനകളെ വേദനമാക്കി മാറ്റുന്ന കാലമാണിപ്പോൾ. ആ മുമ്പ് ഒറ്റ വാക്കാ പറഞ്ഞു, എടാ ഒരാടിനെ അർത്ഥം, ആ കൂട്ടത്തിൽ നിന്ന് ഒരാടിനെ പിടിച്ചേക്ക് ആണ് കൊടുത്തിട്ട് ഒരു സദ്യ ഉണ്ടാക്കുക.
അപ്പം ഇവർക്ക് തന്നെ ഒരു സംശയം, മകൻ മരിച്ചു എന്ന് കേട്ടിട്ട് ഞമ്മക്ക് സൽക്കാരം ഉണ്ടാക്കി തരിക, എങ്ങനെയത് നടക്കുക? നമുക്കും തോന്നില്ല, അതൊക്കെ കുറച്ച് എക്സാജറേഷൻ ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അങ്ങനെയൊക്കെ ഒരു പെണ്ണ് ചെയ്യോ? കാരണം മരിച്ചു കഴിഞ്ഞാൽ അവിടെ പൊല ഉണ്ടാവുന്നൊന്നും നമ്മളെ വിശ്വാസത്തിൽപ്പെട്ടല്ലോ. ഓൾക്ക് പിന്നെ കുളിക്കണം, കേട്ടാ കുളിക്കണം, പോയോടത്ത് കുളിക്കണം, അതൊന്നും നമ്മളെ വിഷയത്തിൽപ്പെട്ടല്ലോ. അപ്പൊ അവര് ആ സംശയം ചോദിച്ചു. ഒരു ഉമ്മാക്ക് ഇത്രയും വലിയ തൻ്റെ ഇടമുള്ള വിശ്വാസം, ദൃഢമായ ബോധ്യം, അള്ളാന്റെ വിധി എൻ്റെ മകൻ അത്ര കാലം നോക്കാനേ ഉള്ളൂ എന്ന് ഉൾക്കൊള്ളുകയും പടച്ച റബ്ബിനോട് ഇസ്തിർജാഹ് ചൊല്ലിയിട്ട് ഞാനും അങ്ങോട്ട് പോകാനുള്ള പറയുകയും ചെയ്തിട്ട് ഒരു പതറലും പൊട്ടലൊന്നും ഇല്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അവർ ചോദിച്ചു, എങ്ങനെയത് നടക്കുക? അപ്പൊ ആ പെണ്ണ് തിരിച്ചവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹൽ ഫീക്കും മിൻ അഹദിൻ, അല്ല നിങ്ങളെ കൂട്ടത്തിൽ ആരുമില്ലേ? എന്ത്, അള്ളാന്റെ ഖുർആൻ അറിയുന്നവർ ഈ വന്ന രണ്ടാളെ കൂട്ടത്തിലില്ലേ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഖുർആനിൽ പാണ്ഡിത്യമില്ലേ എന്നാണ് ഈ ഉമ്മ ചോദിക്കുന്ന ചോദ്യം. അപ്പൊ അവര് പറഞ്ഞുണ്ട്, പക്ഷെ എന്താണ് നിങ്ങൾ ഇത്രയും സ്വാധീനിക്കാൻ കാരണം? അപ്പൊ ആ ഉമ്മ ഓതിക്കൊടുക്കുന്ന ആയത്ത് എന്താ നിങ്ങൾ, ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മത്തുൻ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ക്ഷമിക്കുന്നവർക്ക് 3 പദവികൾ അല്ലാഹ് പറയുന്നുണ്ട്. ഒരു പ്രയാസകരമായ വാർത്ത കേൾക്കുമ്പോൾ, തൻ്റെ ജീവിതത്തിൽ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സംഭവം വന്നു ചേർന്നു എന്നറിയുമ്പോൾ അത് ക്ഷമയോടെ കേട്ട് അത് പക്വതയോടെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രതിഫലനമായി അല്ലെങ്കിൽ അല്ലാഹ് കൊടുക്കുന്ന പാരിതോഷികമായി പറയുന്ന ഒന്ന്, ഉലൈക അലൈഹിം, അവരുടെ മേലുണ്ട് സലവാത്തും മിർ റബ്ബിഹിം, പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങളുണ്ട്. പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിന്റെ കരുണാ കടാക്ഷമുണ്ട് അവർക്ക്. കാരണം എന്താ, എന്തിനാണ് അവർ ക്ഷമിക്കുന്നത്? എൻ്റെ റബ്ബിന്റെ വിധി അങ്ങനെയാണ് എന്നതുകൊണ്ടാണ്. നമ്മളല്ല ഈ കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം നമ്മളൊക്കെ തന്നെ ഇപ്പോൾ ഇതിലിങ്ങനെ സഞ്ചരിക്കുന്നു, ഓരോ പ്ലാനും പദ്ധതിയായിട്ട് രാവിലെ നമ്മൾക്ക് എഴുന്നേറ്റ് പുറപ്പെട്ട് ഇപ്പം ഈ പള്ളിയിലിരിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വന്നതാണല്ലോ. ആ വന്ന മനുഷ്യന്മാർ തിരിച്ച് വീട്ടിലെത്തുന്നതിന് എന്ത് ഗ്യാരണ്ടിയല്ല? നമുക്ക് ആകെ ഉള്ളൊരു ഉറപ്പ് ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ ഉറപ്പില്ല എന്നുള്ള മാത്രം, കാരണം നമ്മൾ ഈ ധരിച്ച വസ്ത്രം ഞാൻ തന്നെ അഴിക്കുന്ന എനിക്ക് ഉറപ്പില്ല. അത് ചിലപ്പോൾ എന്ത് ചെയ്യും, വലിച്ചു പൊട്ടിച്ചിട്ടാണ് മയ്യത്ത് കുളിപ്പിക്കുന്ന അയക്കുക. അപ്പൊ ഉറപ്പില്ലാത്തൊരു സംഗതി നമുക്ക് ഒന്നിനും ഉറപ്പില്ല എന്നുള്ള ആ ഉറപ്പാണ് നമ്മുടെ ഉറപ്പ്. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ പറഞ്ഞു ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക്. അതുകൊണ്ടാണല്ലോ ആ സബറു നിസ്ഫുൽ ഈമാൻ, ഈമാനിന്റെ പകുതി ക്ഷമയാണ് കേട്ടോ എന്നൊക്കെ പഠിപ്പിച്ച റസൂൽ എന്തിനാണ്? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്ക്, പടച്ചവന് പൊരുത്തമില്ലാത്തൊരു പ്രവർത്തനം എന്തിൻ്റെ പേരിലായാലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം അത് പക്വതയോടെ പാകതയോടെ നേരിടാൻ കഴിയണം. രണ്ടാമത് അല്ലാഹ് പറഞ്ഞു വറഹ്മത്തുൻ, അവർക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യമുണ്ട്. മൂന്നാമത് പറഞ്ഞു വഉലൈക ഹുമുൽ മുഹ്തദൂൻ, ആ ക്ഷമയുള്ള ആളുകളാണ് സന്മാർഗത്തിലായ മനുഷ്യർ എന്ന്. പിന്നെ നമ്മളിപ്പോൾ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ആകെ അത് പറഞ്ഞു ഇനിയിപ്പോൾ എന്തിനാണ് ഞാനായിട്ട് ജീവിക്കണത്, ഇനിയും കൂടിയാണ് എടുത്താളാന്നൊക്കെ പറയലുണ്ടല്ലോ ആൾക്കാർ. പിന്നെ പറയാം അപ്പം എന്നാ ഷോക്കിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാണ്, എന്തൊക്കെയോ പറഞ്ഞതെന്ന് അറിയില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മോൻ്റെ നാവ് സെബുക്കുലിസാനാവാൻ പാടില്ല, മുൻകടക്കാൻ പാടില്ല. വികാരപരമായി വിചാരപരമായല്ലേ സംസാരിക്കേണ്ടത്. അപ്പൊ ഹിദായത്ത് കിട്ടിയ, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിയ, പടച്ചറബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവസരമൊരുക്കുന്ന ഒന്നാണ് ക്ഷമ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അജബല്ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. എന്താണ് അത്ഭുതം? അത് റസൂലുള്ളാഹി പറഞ്ഞു ഇന്ന അംറഹു കുല്ലുഹു ഖൈർ,
അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാൻ എന്ന് പറഞ്ഞിട്ട് റസൂൽ വിശദീകരിക്കുന്ന എന്താ കാര്യങ്ങൾ? ഇനസാബത്തു സറ, അനുഗ്രഹങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ കൂടുതൽ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കും. മരത്തിൻ്റെ ചില്ലകളിൽ കായ കൂടി വരുമ്പോൾ ചില്ലകൾ ഒലഞ്ഞ് അതിനോട് വിനയം കാണിക്കുന്ന പോലെ വിശ്വാസികൾക്ക് അള്ളാഹു നിഅമത്തുകൾ അഭിവൃദ്ധികൾ തരുമ്പോൾ കൂടുതൽ ശുക്ർ കാണിച്ച് അതിന് പ്രതിഫലമാക്കി അള്ളാഹുവിൻ്റെ അടുത്ത് അവൻ മാറ്റും. വൈൻ അസാബത്തുഹു ലറ, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ട് അള്ളാഹ് പരീക്ഷിക്കുകയാണെങ്കിലോ സ്വബറ, ക്ഷമയോടുകൂടി അതിനെയും അവൻ തനിക്ക് പ്രതിഫലമാക്കി മാറ്റും. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഗുണകരമായി തീരും. എന്നിട്ട് പറഞ്ഞു, ഇതാണ് മുഅ്മിനുള്ളൊരു അത്ഭുതം എന്ന്. ഇത് നമുക്കൊരു അത്ഭുതമാണ്. രണ്ട് സംഗതി വരുമ്പോഴും വിശ്വാസിക്കത് ഗുണകരമാക്കി മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസാരമായൊരു സംഗതിയല്ല. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു കുട്ടിയെ ഇപ്പോൾ ചെറിയ കുട്ടികളാവുമ്പോൾ മരിപ്പിക്കും. മരണത്തിന് ആളെ നോട്ടല്ലല്ലോ, പ്രായവ്യത്യാസമല്ല, തറവാടിൻ്റെ മേന്മയില്ല, ആരുടെ വീട്ടിലേക്കും മരണം കയറി വരും. അങ്ങനെ മരിപ്പിച്ചപ്പോൾ ഈ കുട്ടികളൊക്കെ മരിക്കുമ്പോൾ പ്രത്യേകിച്ചും വലിയ കാരണങ്ങളൊക്കെ ഇല്ലാതെ മരിച്ചു പോവുക, വർഷങ്ങളായിട്ടൊരു കുട്ടിയെ കിട്ടാതെ കാത്തിരുന്ന ആൾക്കൊരു കുട്ടിയെ കിട്ടിയിട്ട് അത് മരിച്ചു പോകുക പറയുമ്പോൾ സാധാരണ മനുഷ്യ സഹജമായ വൈകാരികത വല്ലാതെ വികാരപരമാക്കും മനുഷ്യനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ കുട്ടിയെയും കൊണ്ട് അതിൻ്റെ റൂഹിനെയും കൊണ്ട് മലക്കുകൾ പോകുമ്പോൾ അള്ളാഹു മലായിക്കത്തുകളോട് ചോദിക്കും, അല്ല നിങ്ങൾ എൻ്റെ അടിമയുടെ കുട്ടിയെ മരിപ്പിച്ചു, ആ അടിമ എന്ത് പറഞ്ഞു? അപ്പോൾ പറഞ്ഞു, അവൻ ഇസ്തിർജാ ചൊല്ലി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. കാരണം അവൻ്റെ മനസ്സിൽ ഒരിക്കലൊരു അള്ളാഹു എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, എന്നെ ഇങ്ങനെയാക്കിയില്ലേ, ഞാനിതൊക്കെ ചെയ്തിട്ട് എനിക്ക് ഈ ഗതി വന്നില്ലേ എന്നുള്ള ചോദ്യമല്ല. വലിയ വലിയ ജീവിതത്തിലെ ത്യാഗമനുഷ്ഠിച്ച അമ്പിയാക്കൾക്ക് കടുത്ത പരീക്ഷകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടി ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി മരിച്ചപ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് ആ കുട്ടിയെ വളർത്തിയിരുന്നത്. കാരണം നബിയുടെ പിൻഗാമി ഒരു ആൺകുട്ടി വളരാൻ പോവാണ്. ആ ആൺകുട്ടി മരിച്ച അന്ന് മക്കയിലെ ശത്രുക്കൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. ആഘോഷിച്ചെന്തിനാണ്? ആ വരും തലമുറ അവസാനിച്ചുവല്ലോ, നബിയുടെ പ്രവർത്തനം നബിയോടുകൂടി തീരുമല്ലോ, അവകാശപ്പെടാൻ മറ്റാരുമില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോഴാണ് ഇന്ന ശാനിയക ഹുവൽ അബ്തർ, നിന്നോട് വിദ്വേഷം വെച്ചവരാണ് കേട്ടോ പിൻഗാമി ഇല്ലാതായി പോകുന്നത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് അന്നൊക്കെ ആ നബി അനുഭവിച്ച ഒരവസ്ഥ ആലോചിച്ച് നോക്കുങ്ങൾ. വളരെ പ്രതീക്ഷയോടുകൂടി ഒരു വയസ്സായി അങ്ങനെ വളർന്ന് നടന്ന് മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന ആ കുട്ടി പെട്ടെന്ന് കണ്ട് മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരാഘാതം. പക്ഷെ അന്ന് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, കുട്ടിയുടെ മയ്യത്തെടുക്കുമ്പോൾ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട് റസൂലുള്ളാഹിക്ക്. കാരണം കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ മനസ്സല്ലല്ലോ റസൂലിൻ്റെത്. ആ കരയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട് നബിയോട്, നിങ്ങൾ ഞങ്ങളോട് കരയരുത് എന്നൊക്കെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ എന്നെ ഞങ്ങളോട് കരയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇത് റഹ്മത്താണ്. ഒരു കുഞ്ഞിനോടുള്ള ഒരു പിതാവിൻ്റെ വാത്സല്യം പെയ്തിറങ്ങണത്. അതിനല്ല ഞാൻ എതിർത്തത്. വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുന, റബ്ബിന് ഇഷ്ടപ്പെടാത്തൊരു വാക്കെൻ്റെ നാവ് കൊണ്ട് പറയില്ല. വിശ്വാസികൾക്ക് അങ്ങനെയാ. കരയാൻ പാടില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, കരച്ചിൽ വരും. പക്ഷെ ഞാൻ കരയുമ്പോഴും അള്ളാഹ്ക്ക് തൃപ്തിപ്പെടാത്ത മതത്തിന് നിരക്കാത്തൊരു വാക്ക് നാവിൽ നിന്ന് വരികയോ അങ്ങനെ സംഭവിക്കൂല എന്നേ ഉള്ളൂ. കാരണം മനുഷ്യൻ കരിങ്കല്ലല്ലോ, വികാരങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഒന്ന് കരയുമ്പോൾ ആശ്വാസം ഉണ്ടാവും, അതൊക്കെ നടന്നോട്ടെ, അതിനൊന്നും താരല്ല. പക്ഷേ ഇത് മാറത്തടിച്ച് കരഞ്ഞ് എന്തൊക്കെയോ അലമുറയിട്ട് വിളിച്ചു പറഞ്ഞ് അങ്ങനെ പറയുമ്പോഴേ ഒരു കരച്ചിലാവൂ എന്ന് തോന്നണ്ട. വിഷയം എന്താന്ന് വെച്ചാൽ അത് കരച്ചിൽ നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നല്ലോ, അയാളുമായുള്ള അറ്റാച്ച്മെന്റിൽ സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ ഖുർആൻ ഒരു മകനെ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ആ രംഗത്തൊരു പിതാവായ നമ്മൾ ചിന്തിച്ചാൽ മതി.
നമ്മളൊരു മകനെ ചെന്നായ പിടിച്ചു എന്ന് മക്കൾ വന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ സങ്കടമാണ് ചെന്നായ പിടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാണ്ടാണ് സംഗതി. കാരണം എന്താ നിങ്ങൾ ആ ചെന്നായ അവനെ കൊന്നിട്ടിട്ടുണ്ടാവോ? അല്ല, ഒരു കടി കടിച്ച് ഒരു മാംസ കഷ്ണം തുടമെന്നൊക്കെ എടുത്തിട്ട് ചെന്നായി പോയിട്ട് എവിടെയോ രക്തം വാർന്നതിൻ്റെ മകൻ കിടക്കുന്നുണ്ടാവോ? അത് ഏതോ വീട്ടിൽ അഭയം തേടി എൻ്റെ മകനെ അവർ വളർത്തുന്നുണ്ടാവോ? എന്തൊക്കെ ചിന്തകൾ ഒരു വാപ്പയുടെ മനസ്സിലേക്ക് കയറി വരുന്ന ആലോചിച്ച് നോക്കൂ. മരിച്ചാൽ മരിച്ചു എന്ന് ബോധ്യപ്പെടും, അതോടെ കുറച്ച് ദിവസം ദുഃഖം ഉണ്ടായ എൻ്റെ മകന, എന്നാൽ ബാക്കി മക്കളുണ്ടല്ലോ. പക്ഷേ ചെന്നായ പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ചെന്നായ കടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറയും ഒരു വാപ്പ അനുഭവിക്കുന്ന മനോവേദനയുടെ ആഴം ഒന്ന് ആലോചിച്ച് നോക്കുകൾ. നമ്മൾ പലരും വാപ്പമാരാണല്ലോ. അത് ഏറെ ഓമനത്തുള്ളൊരു മകൻ. പക്ഷേ യാക്കൂബ് നബി പറഞ്ഞൊരു വാചകം ഖുർആൻ ഉദ്ധരിക്കുക, യാ അസഫ അലാ യൂസുഫ്. തഫ്സീറൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ രോമാഞ്ചുണ്ടാവും അതിൻ്റെയൊക്കെ വിശദീകരണം വായിക്കുമ്പോൾ. യാ അസഫ, എൻ്റെ ദുഃഖമേ, ഒറ്റ വാക്കേ പറഞ്ഞോളൂ, യൂസുഫിൻ്റെ വിഷയത്തിലുള്ള എൻ്റെ ദുഃഖമേ, അല്ലാതെ വേറൊന്നും യാക്കൂബ് നബിൻ്റെ നാവ് നിന്നിട്ട് പുറത്തേക്ക് വന്നില്ല. എന്നാലോ ദുഃഖം മനസ്സിൽ ഘനീഭവിച്ച് നിൽക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞല്ലോ, കണ്ണിന് വരെ തിമിരം ബാധിച്ചു പോയി എന്ന്. ഐനാഹൂന്ന്, കണ്ണ് വരെ തിമിരം ബാധിച്ച് മൂടിപ്പോയി. അത്രയും വലിയ ഘനീഭവിച്ച ദുഃഖം. അത് ഇതുകൊണ്ടാന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഈ ദുഃഖം കൊണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ അത്രയും. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആ പിതാവിൻ്റെ തന്നെ മറ്റൊരു മകനെ മോഷണക്കേസിൽ അറസ്റ്റ് ചെയ്തു, അവിടെ തടങ്കലിലാക്കി എന്ന് പറയുമ്പോഴും ഒരു നബിയായ വാപ്പാക്കുണ്ടാകുന്ന മാനഹാനി ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു മൗലവിന്റെ മകൻ മോഷണക്കേസിൽ പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഒരു സാധാരണക്കാരന്റെ മകൻ പോക്കറ്റ് അടിച്ച് പിടിച്ചു എന്ന് പറഞ്ഞ മാതിരിയല്ല നാട്ടിൽ ഒരു മൗലവിന്റെ മകനെ പോക്കറ്റ് അടിച്ച് പിടിച്ചു കാരണം അതിന് ഡബിൾ ഇതായിട്ട് ആളുകൾ കാണും. തന്നെ ആ മൗലവിന്റെ മകനോ എന്ന് ആൾക്കാർ ചോദിക്കുക. ഒരു നബിന്റെ മകനാവുമ്പോ പിന്നെ അതിന്റെ ഡോസ് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു നബിയുടെ മകൻ മോഷണക്കേസിൽ പിടിച്ചു എന്ന് പറയുമ്പോൾ ആ ആളുകളിൽ ഉണ്ടാകുന്ന പ്രതികരണവും കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. ബാക്കിയൊക്കെ പോട്ടെ, പക്ഷെ അവിടെയാണ് വിശ്വാസികളിൽ നിന്നുണ്ടാവേണ്ടുന്ന ക്ഷമ. കാരണം എന്താ, ഇതൊക്കെ എൻ്റെ റബ്ബ് അറിയല്ലോ, ഇതൊക്കെ എൻ്റെ റബ്ബ് അറിഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രവർത്തനമാണല്ലോ. അതുകൊണ്ട് റബ്ബ് എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാവും, അതിൽ ഖൈറുണ്ടാവും എന്ന് തീരുമാനിക്കാൻ മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയോ? അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷമ ഫലവത്തായി തീരുന്നത്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് ഒന്നുകൂടി മടങ്ങി പോവാണ്. ആ ഹദീസ് വായിക്കാൻ വിട്ടുപോയി. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, കുട്ടിയെ മരിപ്പിക്കുമ്പോൾ എന്ത് പറഞ്ഞു, അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ഇബ്നൗലി അബ്ദി ബൈത്തം ഫിൽ ജന്ന വസമ്മൗഹു ബൈത്തുൽ ഹംദ്. ആ കുട്ടി മരിക്കുമ്പോൾ വികാര വിക്ഷോഭങ്ങളൊന്നുമില്ലാതെ ശാന്തമായ വിധിയെ അംഗീകരിക്കുകയും വിഷമവും ദുഃഖവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും തൃപ്തിപ്പെട്ട അള്ളാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തരാവുകയും ചെയ്തിട്ട് അവന് സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. സമ്മൗഹു, ആ വീടിൻ്റെ പേര് അൽഹംദു എന്നാണ് എന്നും കൂടി പറയുന്നുണ്ട്. ഇപ്പം ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് ആരാനൊരു അപകടം വരുമ്പോൾ പറയാനൊക്കെ എളുപ്പമാണ്. നമ്മളെ നാട്ടിലൊരാൾക്കൊരു അപകടം പറ്റിയ ഒരാളെ ഭാര്യ മരിച്ചു, ഒരാളെ കുട്ടി മരിച്ചൊക്കെ പോകുമ്പോൾ നമുക്ക് ചെന്ന് പറയാം, ഏത് ക്ഷമിച്ചളിട്ടോ, നബിൻ്റെ കുട്ടി മരിച്ചില്ലേനിയോ, എന്നിട്ട് നബി ക്ഷമിച്ചില്ലേ, ക്ഷമിച്ചവർക്ക് കൂലുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ അവനവൻ്റെ ജീവിതത്തിലാണ് ഇത് വരുമ്പോഴെങ്കിലോ, അവനവൻ്റെ ജീവിതത്തിലാണ് ഈ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വരുന്നെങ്കിലോ, ഒരാളും നമ്മളോട് ഉപദേശിക്കാനില്ലെങ്കിൽ തന്നെ നമ്മുടെ മനസ്സ് നമ്മളുടെ ഉപദേശിയായി മാറുമോ? ഞാൻ ക്ഷമിക്കണ്ടേ, ഞാൻ ഈ സമയത്ത് പിടിച്ചു നിൽക്കണ്ടേ, ഞാൻ പതറാൻ പാടില്ലല്ലോ, ഞാൻ വിശ്വാസിയല്ലേ, എൻ്റെ നാവിൽ റബ്ബിന് ഇഷ്ടപ്പെല്ലാത്ത വരാൻ പാടില്ലല്ലോ. ആലോചിച്ച് നോക്കൂ. ഒരു രോഗിയായ മനുഷ്യനോട് പറഞ്ഞു, അയാളെ രോഗം മക്കളൊക്കെ മറച്ചു വച്ചത്, ക്യാൻസർ ആയിരുന്നു കക്ഷിക്ക്. അപ്പോൾ ക്യാൻസർ ആണ് എന്ന് മക്കൾ കൈവിധം മറച്ചു വെച്ച്
പിന്നെ അയാളൊരു എൻ്റെ രോഗം ആരും കണ്ടെത്താത്തതാ, എൻ്റെ ഈ വേദന മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മറ്റൊരു ആശുപത്രിയിലേക്ക് പോയി. അവിടെ ഇത് ഈ പഴയ ഫയലൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. വയസ്സായ ഒരാൾക്ക് ഈ ഫയലുകളൊന്നും വായിക്കാനും അറിയില്ല. ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, കാക്ക നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളെ രോഗം ക്യാൻസർ ആണല്ലോ, നിങ്ങൾക്കിത് മാറൂലല്ലോ, നിങ്ങൾ ആ ഗുളികയും കുടിച്ച് അങ്ങനെ കഴിഞ്ഞാൽ മതി, ഈ വെറുതെ നിങ്ങൾ എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ വരുന്നേ. അപ്പം അയാളെ കൂടെയുള്ള ആളോട് പറഞ്ഞു, നേരെ അങ്ങോട്ട് കടയിലേക്ക് വിടുകയാണ്, സിഗരറ്റ് വാങ്ങുകയാണ്. സിഗരറ്റ് വലി നിർത്തിയിട്ട് ഈ രോഗം ഉണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിഗരറ്റ് ഇനി വലിക്കാൻ പാടില്ല കേട്ടോ, ഇതാണ് നിങ്ങളെ പ്രശ്നം, സിഗരറ്റ് നിർത്തിക്കാളി എന്നൊക്കെ പറഞ്ഞിനി. പക്ഷെ എന്താന്ന് പറഞ്ഞില്ല. അപ്പൊ അയാൾ പറഞ്ഞു, ഇപ്പൊ വലിക്കാഞ്ഞിട്ടും ക്യാൻസർ ആയില്ല, ഇനി എന്തിനാ വലിക്കാക്കണ്, വലിച്ചാണ് മരിക്കട്ടെ ആറ് മൂപ്പര് പിന്നെ നല്ല ഹാപ്പി ആയിട്ട് ആ മൂപ്പര് വീട്ടിൽ തിരിച്ചു വരുന്നത്. എന്താ ഇതിങ്ങനെ ചുണ്ടിൽ വെച്ച് വലിച്ച് രസിച്ച് വരികയാണ്. ഇന്റെ രോഗം മാറൂല, കാര്യപ്പെട്ട രോഗാന്നാ ഭാര്യയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്താ നിങ്ങള്, നമ്മൾ ഇത് ആഘോഷിക്കും വേണ്ട, അള്ളാഹു തന്ന ഒന്നിനെ ക്ഷമയോടെ നേരിടുമ്പോ, അതുകൊണ്ടാണല്ലോ ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല നമ്മൾ പഠിച്ചേ. ഖൈറും ഷെറും അള്ളാഹുവിങ്കൽ നിന്നാണ് എന്നുള്ളിടത്തേക്ക് എത്തണം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ക്ഷമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആകെ വരുന്നൊരു സംഗതി എന്താ നിങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ പറയലാണ് നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്ന ക്ഷമ. പക്ഷേ ഇസ്ലാമിൽ ആ ക്ഷമക്ക് ഒന്നാം സ്ഥാനമില്ല. ഒരപകടം വരുമ്പോൾ, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ക്ഷമിക്കുന്ന ക്ഷമക്ക് ഒന്നാം സ്ഥാനമില്ല, അത് മൂന്നാം സ്ഥാനമേ ഉള്ളൂ. ഒന്നാം സ്ഥാനം ക്ഷമയിൽ ഏറ്റവും വലിയ ക്ഷമേതാര്യങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ക്ഷമയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പൊ ബാങ്ക് കൊടുക്കഴിഞ്ഞപ്പോൾ പിന്നെ പള്ളികളിലെ ആളുകളുണ്ട്, കാത്തിരിക്കും. ഒരു ജമായത്ത് ഞാൻ ഖുർആൻ ഓതിയിരിക്കും, കുറച്ചു നേരം അവിടെ കിടക്കും, അടുത്ത ജമായത്തും കഴിഞ്ഞ് പോവും. നിസ്കാരം തന്നെയാ ഇപ്പൊ പണി. അതിനങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഏതായാലും ഇപ്പം ഇത്ര ദിവസമല്ലേ, ഇനി റംസാൻ കഴിഞ്ഞോട്ടെ എന്നിട്ട് തുടങ്ങാം, എല്ലാ ഏർപ്പാടും മാറ്റി വെച്ച് കൊല്ലും പാത റംസാൻ ഒക്കെ റംസാൻ കഴിഞ്ഞിട്ട് മതി, ഇനിയിപ്പോൾ ഒരു ഇത്ര ദിവസമല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ അയക്കൊന്നും ഇപ്പം ഇറങ്ങണ്ട, ഇപ്പം ഞങ്ങൾക്ക് ഇറങ്ങിയാൽ ഇതുവരെ റംസാൻ നോറ്റാക്കല്ലേ നമ്മൾ എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കും. റംസാൻ കഴിഞ്ഞാലും നമ്മൾ ഹയ്യൽ ഫലാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ തോന്നുന്നുണ്ടോ? അസറാൻ കൊടുക്കണവരെ സമയമല്ലേ, അതിൻ്റെ അടുക്ക് പോയി നിസ്കരിക്കും. അപ്പോൾ കസ്റ്റമർ വന്നാൽ എന്താക്കും? ഇബാദത്തുകൾ അതിൻ്റെ സമയത്ത് ചെയ്യാനുള്ള ആ ക്ഷമയും ശുഷ്കാന്തിയാണ് ഏറ്റവും വലിയ ക്ഷമ. അതാ അസ്സബ്റു ഫീ താഅത്തില്ല, അള്ളാഹനെ അനുസരിക്കാനുള്ള ക്ഷമ. ഇപ്പം നമ്മൾ തറാവി 11 നിസ്കരിക്കണം. ആ നിസ്കരിക്കണ നമ്മൾക്ക് തീരുമാനിക്കാൻ കഴിയണം, റബ്ബേ ഒരു 3-5 റക്അത്ത് ഇനി ശിഷ്ടകാല ജീവിതത്തിൽ ഞാൻ പതിവാക്കും, അത് കൊണ്ട് നടക്കാനുള്ള ക്ഷമ. അപ്പൊ ഇന്നിപ്പോ ഇനി വെയ്യ, ഭയങ്കര ക്ഷീണം, ഇന്നിപ്പോ ഞാൻ അങ്ങനെ കട്ടെ, നാളെ നോക്കാം, അങ്ങനെ വിട്ടു പോകാൻ പറ്റുന്നല്ല, അത് ജീവിതത്തിൽ നിർബന്ധം പോലെ അനുഷ്ഠിക്കാനുള്ള ക്ഷമയുണ്ടല്ലോ, അതിന് പറയാൻ നല്ല എളുപ്പാ. കൊണ്ട് നടക്കണമെങ്കിൽ അതുകൊണ്ട് അതിന് ഒന്നാം സ്ഥാനം കൊടുത്ത്. രണ്ടാമത്തെ ക്ഷമയകാര്യങ്ങൾ അസ്സബ്റു ഫി മഅസിയത്തില്ല, അല്ലാഹ് ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമ. ഇഞ്ഞേ ഇപ്പൊ ഹലാലായി ഭക്ഷണം വേണ്ടാന്ന് വെച്ച ആളുകളാണ് നമ്മൾ. ഹലാലായ ഭക്ഷണം വീട്ടിലുണ്ടായിട്ട് നമ്മൾ വിശത്തിരിക്കാനുള്ള. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ കീശയിലൊക്കെ നിറച്ച് കാശുണ്ട്, എന്നിട്ട് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാത്ത എന്താ? അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ച് അള്ള വിലക്കിയോണ്ട് കഴിക്കാതിരിക്കുക. എന്നാ ഈ റമദാൻ കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റുമോ ഹറാമിന്റെ മുതൽ ഞാൻ കഴിക്കൂല? കൈക്കൂലി വാങ്ങിയിട്ടും അതുപോലെ തന്നെ പലിശക്ക് വാങ്ങിയിട്ടും ആളുകളെ പറ്റിച്ചിട്ടും ഉപഭോക്താവിന് വിവരമില്ല എന്നുള്ളതുകൊണ്ട് അവരെ ചൂഷണം ചെയ്തും അങ്ങനെയൊക്കെ വാങ്ങുന്ന കാശ് കൊണ്ട് പിന്നെ കുടുംബജീവിതം ഭംഗിയായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഹറാമുകൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമയാണ് രണ്ടാമത്തെ ക്ഷമ. അതിൽ തന്നെ പലതും ഉണ്ട്. ഞാൻ പറയല്ലോ, മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് എല്ലാം തെറ്റ് ചെയ്യാൻ മാറി നിൽക്കുന്നത് എല്ലാം അള്ളാനെ പേടിച്ചിട്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ സാമൂഹിക വ്യവസ്ഥിതിയെ പേടിച്ചിട്ടാവും, ചിലപ്പോൾ അത് ചെയ്താൽ ഉണ്ടാകുന്ന രോഗത്തെ പേടിച്ചിട്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും മനുഷ്യന്മാർ തെറ്റ് ചെയ്യാത്ത. പക്ഷെ അള്ളാനെ പേടിച്ച് സാഹചര്യങ്ങളിൽ മാറി നിൽക്കുമ്പോഴേ ക്ഷമയായി മാറുന്നുള്ളൂ. മൂന്നാമത്തെ ക്ഷമയാണ്
വിപത്തുകളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ക്ഷമിക്കുക, അല്ലാതെ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരാളെ കുട്ടി മരിച്ചു, ഓൻ ക്ഷമിക്കണില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ആ കുട്ടി തിരിച്ചു വരുമോ? ഞാൻ ക്ഷമിക്കൂല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമോ? അത് അവൻ്റെ കഴിവുകേടാണ്, ഓനൊന്നും ചെയ്യാനില്ല, പിന്നെന്നാ ക്ഷമിക്കുക തന്നെ, അത്രയേ ഉള്ളൂ. മറിച്ച് എന്താ നിങ്ങൾ, ഒരാൾ എന്നോട് പറഞ്ഞേ, ഞാൻ മൗലവി ഉംറക്ക് പോയൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പാ, അന്ന് തീരുമാനിച്ച ഒരു ഒതു നഷ്ടപ്പെട്ട ഒതു കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സംഗതി ഇല്ല, അത് അത്ര വലിയൊരു സംഗതിയല്ല, പക്ഷെ അയാൾ എവിടെ പോയാലും അയാൾക്ക് ഇതിന് ഒതുക്കാൻ വേണ്ടി സമയം കളയേണ്ടി വരില്ല. അയാൾ പറഞ്ഞു അന്ന് തീരുമാനിച്ച അത് കൊണ്ടു നടക്കാനുള്ള ക്ഷമ തന്നെയാണ്. അപ്പൊ ഒരു തീരുമാനം ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു ക്ഷമ എന്ന് പറഞ്ഞതാണ് ഇപ്പൊ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കേണ്ട ഏറ്റവും വലിയ ക്ഷമ. ഇപ്പോ നമ്മളെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇപ്പൊ യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ വരികയാണ്. അവിടെ ആളുകൾ സമ്പത്തിനും ജീവനും വേണ്ടി പ്രയാസപ്പെടുന്ന ഒരവസ്ഥയാണ്. ആ സമയത്തും നമുക്കുള്ളത് പ്രാർത്ഥനയോടെ പടച്ച റബ്ബിങ്കിലേക്ക് സമർപ്പിക്കലാണ്. കാരണം എന്താ, നിങ്ങൾ സെക്കൻഡുകൾ വെച്ച് മനസ്സുകളെ മാറ്റാൻ കഴിവുള്ളവൻ ആ റബ്ബ്. ആ റബ്ബിനോട് ഈ അടിമകൾ നിരന്തരമായിട്ടാണ് അപേക്ഷിക്കുമ്പോൾ തീർച്ചയായും അതിന് മാറ്റം ഉണ്ടാവും. മാത്രമല്ല, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇങ്ങനെ നമ്മൾ ക്ഷമിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അല്ലാഹ് പറഞ്ഞു, ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബിൻ. ക്ഷമിക്കുന്ന ആളുകൾക്ക് പടച്ച റബ്ബ് കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കും. നിയന്ത്രണമില്ലാത്ത അത്രയും ഇവന്റെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തിയാൽ നിയന്ത്രണമില്ലാത്ത എണ്ണമില്ലാത്ത അത്രയും പ്രതിഫലം അല്ലാഹ് കൊടുക്കും എന്ന് അല്ലാഹ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇന്നമാ യുവഫ, തീർച്ചയായും പൂർത്തീകരിച്ചു കൊടുക്കും അവൻ. അസാബിറൂന, ക്ഷമിക്കുന്ന ആളുകൾക്ക് അജ്റഹും, അവരുടെ കൂലി ബിഗൈരി ഹിസാബിൻ, കണക്ക് നോക്കാതെ കൊടുക്കും. രണ്ടാമത് പറഞ്ഞു വല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് കേട്ടോ. ഞാൻ എന്ത് കണ്ട് ക്ഷമിക്കണം എന്ന് വെച്ചാൽ അള്ളാഹിനെ കണ്ട് ക്ഷമിക്കുക, അള്ളാഹ് കൂടെ ഉണ്ടാകും. മൂന്നാമത് പറഞ്ഞു വല്ലാഹു യുഹിബ്ബു സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. റബ്ബിന്റെ ഇഷ്ടമുണ്ടാവുക, റബ്ബ് നമ്മളോട് പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു കടാക്ഷം ഒരു അടിമക്ക് എന്താ വേണ്ടത്? അത് ക്ഷമിക്കുന്നവർക്ക് ഉണ്ടാകും. പിന്നെ റസൂലുള്ളാഹ് പറഞ്ഞു വമാ അഹദുൻ അതാൻ ഖൈറൻ വഔസാ മിനസ് സബ്ർ, അല്ലാഹ് ഒരടിമക്കും ക്ഷമയേക്കാൾ വിശാലമായൊരു ദാനവും നൽകിയിട്ടില്ല എന്നും സൂചിപ്പിച്ചു. അപ്പം അത്രയും വിശാലമായ സൗഭാഗ്യമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനസ്സിനെ പതറാതെ അള്ളാനെ വിചാരിച്ച് ക്ഷമിക്കുക. അത് അവ്വലി റബ്ബിക ഫസ്ബിർ. പലർക്കും ആളുകൾ ക്ഷമിക്കും. രണ്ടാളിപ്പോൾ ഒരാൾ കാശ് കൊടുക്കാണ്ടെങ്കിലേ കൊടുക്കാനുള്ളവനും വാങ്ങാനുള്ളവനും തമ്മിൽ സണ്ട കൂടുമ്പോൾ നമ്മൾ ഇടപെടുമ്പേ ഈ തൽക്കാലം ക്ഷമിക്ക്, അടുത്ത മാസം എനിക്ക് കാശ് തരുന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയാൻ എന്താ പറയുക, ഈ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിക്കാം, ഈ ഇപ്പം ഇതിൽ ഇടപെട്ടോണ്ട് ഞാൻ ക്ഷമിക്കാം, അല്ലെങ്കിൽ ഞാൻ പൈസ വാങ്ങിയിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറയല. അങ്ങനെ ക്ഷമിച്ചതിന് കൂലിട്ടൂല. ഇവൻ പറഞ്ഞതിനല്ല ക്ഷമിക്കണ്ടേ, വലി റബ്ബിക ഫസ്ബിർ, അള്ളാന്റെ മാർഗത്തിൽ ക്ഷമ കാണിക്കണം. അങ്ങനെ ക്ഷമിക്കുമ്പോഴാണ് അത് പ്രതിഫലാർഹമായൊരു ഇബാദത്തായി മാറുന്നത്. മനസ്സിന് എല്ലാതരം രോഗങ്ങളിൽ നിന്നും മുക്തമായ സലീമായ കൽബാകുമ്പോഴാണ് ക്ഷമയുണ്ടായിത്തീരുക. അത്തരം കൽബിൻ്റെ ഉടമകളായി ജീവിതത്തെ മുന്നോട്ട് നയിച്ച് പ്രതിസന്ധികൾ ഇസ്ലാമിനെ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കാൻ തൗഫീഖുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.